ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നല്ലപോലെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കണം. അതായത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ മൂത്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊരു 10 ചെറിയ ഉള്ളിയാണ്. അത് ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ കൊത്തിയരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെക്കുക. ഇനി ഞാനിവിടെ ഒരു 50 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടാം. ഇനി ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വെക്കുക കേട്ടോ. ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്കൊരു കടായി എടുത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വറുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇഞ്ചി ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. മലബാർ ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേക്കും പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കുന്നത്, വേറൊരു തരത്തിലാണ് കേട്ടോ. അപ്പം ഞാനിതൊരു ട്രാവൻകൂർ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്ത് കോരാനായിട്ട്. അപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്, നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയരുത്, എന്നാൽ കരിഞ്ഞു പോകും. ഇതുപോലെ ഒരുപോലെ വറുത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പോൾ സെയിം ഓയിലിൽ തന്നെ നമുക്കിനിയിപ്പോൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതുകൂടെ മൂപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സവോള അരിഞ്ഞെടുത്തിട്ട് മൂപ്പിച്ചെടുത്താലും മതി. ഇതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും വറുത്ത് കോരി ഇഞ്ചിയുടെ കൂടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി സെയിം ഓയിലിൽ തന്നെ നമുക്കിനി കുറച്ച് കടുകിട്ട് പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് ഈ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ സാധാരണ ട്രാവൻകൂർ സ്റ്റൈലിൽ ഇടാറില്ല, പക്ഷേ ഇത് ചെറുതായിട്ട് കടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി മസാലയാണ് നമുക്ക് ഇടേണ്ടത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരിക്കലും മസാലപ്പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മസാലയൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതും ഓവറായിട്ട് ചെയ്തത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. എപ്പോഴും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ പൊടിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമുക്കിനി ഈ അരച്ച് വെച്ചിരിക്കുന്ന, ഇപ്പോൾ അധികം വെള്ളമില്ല, ജസ്റ്റ് കുറച്ച് നമ്മൾ 4 ടേബിൾ സ്പൂൺ പുളിവെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഏകദേശം 1 കപ്പ് വെള്ളവും കൂടി നിങ്ങൾ റിസർവ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഈ മിക്സർ ഗ്രൈൻഡറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് ലേശം പുളി കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളും എപ്പോഴും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പുളിയും ഉപ്പും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ മനസ്സിലാവുമല്ലോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ ഒന്നും കൂടെ ലൂസാക്കിയിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു 10 മിനിറ്റോളം തിളപ്പിക്കാനുണ്ട്. അപ്പോൾ നല്ലപോലെ വറ്റി വരും. അതുകൊണ്ടാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പുളിയെല്ലാം ബാലൻസ് ചെയ്യുന്നതിന്, എരിവൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഏകദേശം